ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നതാണ്, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്, ഞാൻ പറയുന്നു ശ്രദ്ധിക്ക് എന്ന് നമ്മൾ പറയാറില്ല. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ലിസൺ ടു മീ, ലിസൺ ടു മീ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്, അല്ലെങ്കിൽ ഞാൻ പറയുന്നു ശ്രദ്ധിക്ക്, അല്ലേ? ലിസൺ ടു മീ. ഓക്കെ, പറയാം ലിസൺ ടു മീ. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക്, നീ ആദ്യം അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്ങനെ പറയാം? ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്, അതിനെപ്പറ്റി ഒന്ന് നീ ചിന്തിച്ച് നോക്ക്, അല്ലെങ്കിൽ നീ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് നമ്മൾ പറയാറില്ലേ? ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെ പറയാം? ബെറ്റർ നോട്ട് ഗോ ദർ, അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ബെറ്റർ നോട്ട്, അല്ലേ? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബെറ്റർ നോട്ട് ഗോ ദർ. ബെറ്റർ നോട്ട് ടെൽ ഹിം എന്നാണെങ്കിലോ? ബെറ്റർ നോട്ട് ടെൽ ഹിം, അയാളോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. ബെറ്റർ നോട്ട് ടെൽ ഹിം. ബെറ്റർ നോട്ട് ആസ്ക് ഹിം, അയാളോട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ബെറ്റർ നോട്ട് ആസ്ക് ചോദിക്കുക. അപ്പോൾ ബെറ്റർ നോട്ട് ആസ്ക് എന്ന് പറയുമ്പോൾ അയാളോട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് എങ്ങനെയാണ് അപ്പം നമുക്ക് പറയാം? ബെറ്റർ നോട്ട് ബൈ ദാറ്റ്, അല്ലെങ്കിൽ ബെറ്റർ നോട്ട് ബൈ ഇറ്റ്. ഇത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇനി പോസിറ്റീവ് സെൻസിലാണ് നമ്മൾ പറയുന്നത്. എന്താണ്? അവിടെ പോകുന്നതാണ് നല്ലത്, അവിടെ ഇരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ബെറ്റർ നോട്ടിലെ ഈ നോട്ട് ഒഴിവാക്കുക കേട്ടോ. ബെറ്റർ ഗോ ദർ, അവിടെ പോകുന്നതാണ് നല്ലത്. ബെറ്റർ ബൈ ഇറ്റ്, ഇത് വാങ്ങുന്നതാണ് നല്ലത്. ബെറ്റർ ടു ആസ്ക് ഹിം, അയാളോട് ചോദിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പറയാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ്, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? ഐ യു തേഴ്സ്റ്റി എന്ന് വെച്ചാൽ എന്താണ്? ദാഹം എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ചോദിക്കുന്നത്, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലേ. ദാഹിക്കുന്നുണ്ടോ എന്നാണ്. ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പം എങ്ങനെ ചോദിക്കാം? നമ്മളൊരു ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ആർ യു തേഴ്സ്റ്റി, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നമ്മളൊരു ക്വസ്റ്റ്യൻ ടോണിൽ വേണം ചോദിക്കാനായിട്ട്. ആർ യു തേഴ്സ്റ്റി, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? അപ്പം എനിക്ക് നല്ല ദാഹമുണ്ടെന്ന് എങ്ങനെ പറയാം? യെസ്. ഒന്നുകിൽ നമുക്ക് സിമ്പിളായിട്ട് യെസ്, എനിക്ക് ദാഹമുണ്ട് എന്ന മീനിങ്ങിൽ നമുക്ക് യെസ് എന്ന് പറയാം. അല്ലെങ്കിൽ യെസ് ഐ ആം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നുണ്ട്. യെസ് ഐ ആം തേഴ്സ്റ്റി. ഇനി എനിക്ക് നല്ല ദാഹമുണ്ടെന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? ഐ ആം വെരി തേഴ്സ്റ്റി, വളരെ ദാഹിക്കുന്നുണ്ട്. വെരി എന്ന് വെച്ചാൽ എന്താണ്? വളരെ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പം ഐ ആം വെരി തേഴ്സ്റ്റി, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഇനി എനിക്ക് ദാഹിക്കുന്നില്ല എന്നാണ് പറയുന്നതെങ്കിലോ? ഐ ആം നോട്ട് തേഴ്സ്റ്റി. നമുക്ക് എപ്പോഴും ഇല്ല എന്നുള്ള മീനിങ് കിട്ടണമെങ്കിൽ നമ്മൾ നോട്ട് ചേർത്തിട്ട് പറയാവുന്ന കേട്ടോ. ഐ ആം നോട്ട് തേഴ്സ്റ്റി, ഇല്ല എനിക്ക് ദാഹിക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ മിക്ക കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നത് നിനക്ക് വേണോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലേ? എങ്ങനെ ചോദിക്കാം? നിനക്ക് വേണോ? ഡു യു വാണ്ട്, നിനക്ക് വേണോ? ഡു യു വാണ്ട്, നിനക്ക് എന്താ വേണ്ടത് നമ്മൾ ചോദിക്കും. ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്താ വേണ്ടത്? ഇനി ഇങ്ങനെ ചോദിക്കാം, വാട്ട് യു വാണ്ട്. ഡു ഒഴിവാക്കിയിട്ട് നമുക്ക് ചോദിക്കാം, വാട്ട് യു വാണ്ട്, നിനക്ക് എന്താ വേണ്ടത്? ഇനി വാട്ട് യു നീഡ് എന്നും ചോദിക്കാം കേട്ടോ. വാണ്ടിന് പകരം നമുക്ക് നീഡും ചോദിക്കാവുന്ന കേട്ടോ. വാട്ട് യു നീഡ്, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ ആവശ്യം, അല്ലേ? നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നീഡ് വെച്ചിട്ട് ചോദിക്കുന്നത് കേട്ടോ. വാട്ട് യു നീഡ്, നിനക്ക് എന്താണ് അത്യാവശ്യം, അല്ലെങ്കിൽ നിനക്ക് എന്താണ് ആവശ്യം എന്ന് നമുക്ക് വാട്ട് യു നീഡ് വെച്ചിട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാറില്ലേ, നടക്കാൻ പ്രയാസമാണ് അല്ലെങ്കിൽ ഇരിക്കാൻ പ്രയാസമാണെന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? മിക്ക കോൺവെർസേഷനിൽ നമ്മളിത് പറയുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഹാഡ് ടു സിറ്റ്. ഇരിക്കാൻ പ്രയാസമാണ്, അല്ലേ? ഇരിക്കാൻ പ്രയാസമാണ്, ഹാഡ് ടു സിറ്റ്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വേറെയും കുറേ സെൻറ്റൻസുകൾ പറയാവുന്നതാണ്. എന്തൊക്കെ പറയാം? ഹാഡ് ടു ഡ്രിങ്ക്, കുടിക്കാൻ പ്രയാസമാണ്. ഹാഡ് ടു റൺ, നടക്കാൻ പ്രയാസമാണ്. ഹാഡ് ടു സിങ്, പാടാൻ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാവുന്നതാണ്, അല്ലേ? ഹാർഡ് ടു വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ചോദിക്കാറുണ്ട്, നീ പോവുകയാണോ, അല്ലെങ്കിൽ നീ വരികയാണോ, നീ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറില്ല. എങ്ങനെയാണ് നമുക്ക് ചോദിക്കാം? ആർ യു ഗോയിങ്, നീ പോവുകയാണോ? ആർ യു ഗോയിങ്. ആർ യു കമ്മിങ്, നീ വരികയാണോ? അപ്പോൾ ഇങ്ങനെ പോവുകയാണോ, വരികയാണോ, എടുക്കുകയാണോ, കഴിക്കുകയാണോ, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് എന്നെ ചോദിക്കാം? ആർ യു വെച്ചിട്ട് ചോദിക്കാം കേട്ടോ. ആർ യു കഴിഞ്ഞിട്ട് വെർബിനെ ING ഫോമിൽ കൊണ്ടുവരാം കേട്ടോ. ആർ യു ഗോയിങ്, നീ പോവുകയാണോ എന്ന് വെച്ചാൽ നീ പോയിക്കൊണ്ടിരിക്കുകയാണോ. ഓക്കെ, ആർ യു കമ്മിങ്, നീ വരികയാണോ. ആർ യു ഡ്രിങ്കിങ്, നീ കുടിക്കുകയാണോ. ആർ യു സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയാണോ. ഇങ്ങനെ നമുക്ക് ചോദിക്കാവുന്നതാണ്.
നെക്സ്റ്റ് നമ്മൾ പറയാറുണ്ട് ഒന്ന് ഉറക്കെ പറയോ അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ സംസാരിക്കോ എന്ന് നമ്മൾ പറയാറില്ലേ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സേ ലൗഡ്ലി, ഉറക്കെ പറയ്. സേ ലൗഡ്ലി, ഉറക്കെ പറയൽ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുക. ടോക്ക് ലൗഡ്ലി, ഉറക്കെ സംസാരിക്കുക. എങ്ങനെ പറയാം? സേ ലൗഡ്ലി. ഇനി ഇങ്ങനെ പറയാം കേട്ടോ, ലൗഡ് പ്ലീസ് എന്നും നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ലൗഡ് പ്ലീസ്. ഓക്കെ, ലൗഡ് പ്ലീസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ്, നിനക്ക് എന്താ വേണ്ടത് നമ്മളെങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞത് വാട്ട് യു വാണ്ട് അല്ലെങ്കിൽ വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്താ വേണ്ടത് എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്താ വേണ്ടത്. അപ്പോൾ നമ്മൾ പറയണം എനിക്ക് എന്ത് വേണം, എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം ഐ വോണ്ട് സം വാട്ടർ. ഐ വോണ്ട് സം വാട്ടർ. ഐ വോണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണോ വേണ്ടത് ആ കാര്യം അങ്ങ് എടുത്ത് പറയാം കേട്ടോ. ഐ വോണ്ട് സം വാട്ടർ. ഐ വോണ്ട് എ പെൻസിൽ. ഐ വോണ്ട് എ ബുക്ക്. എനിക്കൊരു ബുക്ക് വേണം. ഐ വോണ്ട് എ മൊബൈൽ ഫോൺ. എനിക്കൊരു മൊബൈൽ ഫോൺ വേണം. ഇങ്ങനെ ഐ വോണ്ട് വെച്ചിട്ട് നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യം അതേപോലെ എടുത്ത് പറയാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊന്നും വേണ്ട അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. ഐ ഡോണ്ട് വാണ്ട്. ഐ ഡോണ്ട് വാണ്ട് എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് വേണ്ട. എന്ത്? എനിത്തിങ്, എനിക്കൊന്നും വേണ്ട. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് എ ബുക്ക്. എനിക്കൊരു ബുക്ക് വേണ്ട. അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് പെൻസിൽ. എനിക്ക് പെൻസിൽ വേണ്ട. ഇങ്ങനെയും പറയാവുന്നതാണ്. ഇനി നിനക്ക് മനസ്സിലായോ അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കാം? ഡു യു അണ്ടർസ്റ്റാൻഡ്. നിനക്ക് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലായോ എന്ന് വെച്ചാൽ നീ മനസ്സിലാക്കി കഴിഞ്ഞോ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കാം ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്. ക്യാൻ വെച്ചിട്ട് നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്. ക്യാൻ, നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ. ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നെങ്ങനെ നമുക്ക് പറയാം? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഇനി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഐ ഡിഡിൻറ്റ്. ഡിഡിൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഐ ഡോണ്ട് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാലോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം കേട്ടോ. ഇനി എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലോ ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നതെങ്കിൽ ഐ അണ്ടർസ്റ്റുഡ് എന്നാണ്. ഐ അണ്ടർസ്റ്റുഡ്. അണ്ടർസ്റ്റാൻഡിൻ്റെ പാസ്റ്റാണ് അണ്ടർസ്റ്റുഡ്. ഐ അണ്ടർസ്റ്റുഡ്, എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി പല കോൺവെർസേഷനിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ശരിയാണെന്ന് പറയില്ലേ. അത് ശരിയാണ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ് അത് ശരിയാണ്. എങ്ങനെ പറയാം? ദാറ്റ്സ് റൈറ്റ്. അത് ശരിയാണ്. ദാറ്റ്സ് റൈറ്റ്. ഇനി ശരിയല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ശരിയല്ലേ? റൈറ്റ്. റൈറ്റ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ആ ഒരു ടോണിൽ നമ്മൾ ചോദിക്കട്ടോ. ദാറ്റ്സ് റൈറ്റ്. അത് ശരിയല്ലേ? ദാറ്റ്സ് റൈറ്റ്. ശരിയല്ലേ? ഇറ്റ്സ് റൈറ്റ്. ഇത് ശരിയാണോ? ഇറ്റ്സ് റൈറ്റ് എന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. ഇനി ശരിയാണോ എങ്ങനെ നമുക്ക് ചോദിക്കാം? ഈസ് ദാറ്റ് റൈറ്റ്. അത് ശരിയാണോ? ഓക്കെ, ഇനി ഈസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു ടോണിൽ ചോദിക്കുകയാണ്. ദാറ്റ്സ് റൈറ്റ്. ശരിയാണോ? അങ്ങനെ നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. നമുക്ക് ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൽ. ഇനി ശരിയല്ല, അത് ശരിയല്ല എന്നാണ് പറയുന്നതെങ്കിലോ ദാറ്റ്സ് നോട്ട് റൈറ്റ്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്നാണ്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ശരിയല്ല. ഇനി അത് ശരിയാണ് എന്നാണെങ്കിലോ നോട്ട് ഒഴിവാക്കിയിട്ട് ദാറ്റ്സ് റൈറ്റ്. ദാറ്റ്സ് റൈറ്റ്. അത് ശരിയാണ്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് വെച്ചാൽ അത് ശരിയല്ല. ദാറ്റ് ഈസ് റൈറ്റ്. അത് ശരിയാണ്. ഓക്കെ, പറയുന്ന ടോണ് ശ്രദ്ധിക്കണം. ദാറ്റ്സ് റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇനഫ്. മതിയോ? ഇനഫ്. മതിയോ? ഇനഫ് ഒരു ക്വസ്റ്റ്യൻ ടോണിലാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനഫ്, മതിയോ? ഇനി ഈസ് ഇറ്റ് ഇനഫ്? ഇത് മതിയോ? ഇത് മതിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഈസ് ഇറ്റ് ഇനഫ്? ഇത് മതിയോ? ഇനി നമുക്ക് മതി എന്നെങ്ങനെ നമുക്ക് പറയാം? അതും എന്തുതന്നെയാണ്? ഇനഫ്. ഇനഫ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനഫ്, മതി കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ മാർക്കില്ല. ഇനഫ്, മതി. ഓക്കെ, ഒന്നും കൂടെ പറയാം. മതിയോ? മതിയോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇനഫ്. ഇനഫ് ക്വസ്റ്റ്യൻ ടോണിൽ ചോദിക്കുക. ഇനഫ്, മതിയോ? ഈസ് ദാറ്റ് ഇനഫ്? അത് മതിയോ? ഈസ് ദാറ്റ് ഇനഫ്? അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഇനഫ്? ഇത് മതിയോ? ഈസ് ദാറ്റ് ഇനഫ്? അത് മതിയോ? അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഇനഫ്? ഇത് മതിയോ? ഇനി നമ്മളതിന് ആൻസറായിട്ട് പറയണം മതി. മതി എന്നെങ്ങനെ പറയാം? ഇനഫ്. ഇനഫ്, മതി. ഇറ്റ്സ് ഇനഫ്. ഇത് മതി അല്ലേ? ഇനഫ് ഇനഫ് എന്ന് പറയാം. അല്ലെങ്കിൽ യെസ്, ഇറ്റ് ഇനഫ്.
യെസ് ഇറ്റ്സ് ഇനഫ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമുക്ക് പോകാം, അല്ലേ? നമുക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് വരാം, നമുക്ക് എടുക്കാം, നമുക്ക് തുടങ്ങാം എന്നൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ കോൺവെർസേഷനിലും ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയാം കേട്ടോ. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ, പോകാം. ലെറ്റ്സ് കം, വരാം. ലെറ്റ്സ് സ്റ്റാർട്ട്, തുടങ്ങാം. ഓക്കെ. ലെറ്റ്സ് ഡ്രിങ്ക്, കുടിക്കാം. ലെറ്റ്സ് സ്ലീപ്പ്, ഉറങ്ങാം. ഇങ്ങനെ ലെറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയണമെങ്കിൽ നമുക്കിങ്ങനെ ലെറ്റ്സ് വെച്ചിട്ട് ആ വെർബിനെ ഫസ്റ്റ് ഫോമിൽ പറയാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി സമയം കളയണ്ട നമ്മളെങ്ങനെയാണ് പറയാം? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നമുക്കിനി സമയം കളയണ്ട എങ്ങനെ ഉപയോഗിക്കാം? ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം, നമുക്കിനി സമയം കളയണ്ട. ഓക്കെ. അപ്പോൾ നമുക്കിനി ദിവസം കളയണ്ടെന്ന് എങ്ങനെ പറയാം? ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ഡേയ്സ്. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ഡേയ്സ്, നമുക്ക് ദിവസം കളയണ്ട. എത്രയും നേരത്തെയാണോ അത്രയും നല്ലത്. എത്രയും നേരത്തെയാണോ അത്രയും നല്ലത് എങ്ങനെ നമുക്ക് പറയാം? ദ സൂണർ ദ ബെറ്റർ. ദ സൂണർ ദ ബെറ്റർ, എത്രയും നേരത്തെയാണോ അത്രയും നല്ലത്. ദ സൂണർ ദ ബെറ്റർ. സൂണർ എന്ന് വെച്ചാൽ എന്താണ്? വേഗത്തിൽ, പെട്ടെന്ന് എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. ബെറ്റർ, നല്ലത്. ദ സൂണർ ദ ബെറ്റർ, എത്രയും നേരത്തെയാണോ അത്രയും നല്ലത്. സിമ്പിളല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഡെയിലി കോൺവെർസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്